രാജ്യതലസ്ഥാനത്തെ നടുക്കിയാണ് ഇപ്പോൾ വൻ സ്ഫോടനമുണ്ടായിരിക്കുന്നത്. 13 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. PR സുനിലും നോബിൾ മാരിക്കാരന് നൽകും വിശദാംശങ്ങൾ. ആദ്യം PR സുനിലേക്ക്. PR സുനിൽ, അട്ടിമറി സാധ്യതകളൊന്നും ആഭ്യന്തരമന്ത്രിയും തള്ളുന്നില്ല. എല്ലാ തരത്തിലുമുള്ള അന്വേഷണവും നടത്തുകയാണ്. പ്രത്യേകിച്ച് CCTV കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ കാർ ഉടമ ഉൾപ്പെടെ അറസ്റ്റിലായിരിക്കുന്നത്. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്? ഒപ്പം എത്ര പേർ പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ഔദ്യോഗിക വിവരം? വൈകിട്ട് 6:52 ഡൽഹിയെ നടുക്കിയ വലിയ സ്ഫോടനം ഉണ്ടായിരുന്നത്. ഞാൻ നിൽക്കുന്ന ഈ പ്രദേശത്തിന് തൊട്ടപ്പുറത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വലതുവശത്ത് കാണുന്നതാണ് ചെങ്കോട്ട എന്നത്. ഈ ചെങ്കോട്ടയിൽ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തുന്ന ചെങ്കോട്ടയുടെ മുൻവശമാണ് ഇത്. ഇവിടെ നിന്ന് ഒരു 100 മീറ്ററിൽ താഴെ നേരെ മുൻവശത്ത് പ്രധാന ഗേറ്റിന് നേരെ മുമ്പിൽ അവിടെ നമുക്ക് റെഡ് ഫോർട്ട് മെട്രോ സ്റ്റേഷൻ കാണാം. ഗേറ്റ് നമ്പർ 1 മെട്രോ സ്റ്റേഷൻ്റെ ഗേറ്റ് നമ്പർ 1 കാണാം. അതിന് നേരെ മുമ്പിൽ ആണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. അവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അന്വേഷണ ഏജൻസികളൊക്കെ തന്നെ പരിശോധനകൾ നടത്തുകയാണ്. അവിടെ ഒരു I-20 വാഹനം, വെളുത്ത കാറ് പതിയെ നീങ്ങി വരുന്നു. പിന്നീട് ആ സിഗ്നൽ ലൈറ്റിൽ ആ കാർ നിൽക്കുന്നു. അതിനുശേഷം വലിയ ശബ്ദത്തോടു കൂടി കാർ പൊട്ടിത്തെറിക്കുകയാണ്. ആ പ്രദേശത്ത് ആ കാറിന് ചുറ്റും ഉണ്ടായിരുന്ന 20ഓളം വാഹനങ്ങളും ഈ ഒരു സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ തകർന്നു. അതിൽ മറ്റൊരു കാറുണ്ട്. ആ കാറിൻ്റെ ടയറും അതുപോലെ താഴത്തെ ബോഡി പാർട്ടും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും ഈ സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ തെറിച്ചുപോയി. മാത്രമല്ല മറ്റ് നിരവധി ചെറിയ വാഹനങ്ങളും ഈ ഒരു സ്ഫോടനത്തിൻ്റെ ആഘാതത്തിൽ തകർന്നിട്ടുണ്ട്. അവിടെ നിന്ന് കുറേ മനുഷ്യർ ഈ അപകടത്തിൽപ്പെട്ടു. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മരണനിരക്ക് വർദ്ധിക്കുകയാണ്. അപ്പോൾ 13 കടന്ന് മരണനിരക്ക് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ആശുപത്രിയിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമാണ്. 25ലധികം ആളുകളാണ് പരിക്കേറ്റ ആശുപത്രിയിലുള്ളത്. ഇവിടെയൊക്കെ തന്നെ പലരുടെയും ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നത് കാണാൻ കഴിയും. നേരത്തെ അല്പസമയം മുമ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടെ എത്തി സാഹചര്യങ്ങൾ നേരിട്ട് പരിശോധിച്ചിരുന്നു, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നു. ഇവിടെ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരോടൊക്കെ തന്നെ ഇതിൻ്റെ ഒരു ഈ സ്ഫോടനത്തിൻ്റെ ഒരു സാഹചര്യമൊക്കെ തന്നെ അമിത്ഷാ നേരിട്ട് വിലയിരുത്തി. അതിനു മുൻപ് അദ്ദേഹം LNJP ആശുപത്രിയിൽ ഇവിടെ നിന്ന് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലെത്തി അവരെ കണ്ട ശേഷം ഡോക്ടർമാരോട് സംസാരിച്ച ശേഷമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ഒരു സ്ഫോടനം നടന്ന പ്രദേശത്തേക്ക് എത്തിയത്. ഏതായാലും ഇവിടുത്തെ ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ ഇതൊരു സാധാരണ പൊട്ടിത്തെറിയല്ല എന്ന് പ്രാഥമികമായി വിലയിരുത്താൻ കഴിയും. കാരണം ഈ ഒരു സ്ഫോടനത്തിൻ്റെ ആഘാതം തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്. കാരണം ഒരു CNG ടാങ്ക് പൊട്ടിത്തെറിച്ചാൽ ഇത്രയും വലിയൊരു ആഘാതം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതൊരു ആസൂത്രിത സ്ഫോടനമാണോ എന്നതിൻ്റെ ഒരു സാധ്യതയാണ്, ഒരു സാഹചര്യമാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ ഒക്കെ തന്നെ പരിശോധിക്കുന്നത്. ഈ കാർ എന്നത് ഹരിയാന രജിസ്ട്രേഷൻ കാറാണ്. ഈ പൊട്ടിത്തെറിച്ച കാറ്, അതിൻ്റെ ഉടമ ഒരു നദീം എന്നൊരാളാണ്. ഇതൊക്കെ തന്നെ അന്വേഷണം വിധേയമാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വശങ്ങളും അന്വേഷിക്കും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അന്വേഷണ ഏജൻസികളുമൊക്കെ തന്നെ അക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇതൊരു ഭീകരാക്രമണമാണോ അതല്ല അതൊരു അപകടമാണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ അന്വേഷണ ഏജൻസികളൊന്നും തന്നെ നൽകിയിട്ടില്ല. ഏതായാലും ഇക്കാര്യത്തിലൊക്കെ തന്നെ അന്വേഷണം നടക്കുകയാണ്, പരിശോധന നടക്കുകയാണ്. നാളെ ബീഹാർ അവസാന ഘട്ട പോളിംഗിലേക്ക് പോവുകയാണ്. അപ്പോൾ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിൻ്റെ മണിക്കൂറുകൾ മുൻപാണ് ഡൽഹിയിൽ ഇതുപോലെയൊരു സ്ഫോടനം നടന്നിരിക്കുന്നത്. ഇത്രയും പേർ ആ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊരു അപകടമാണോ അട്ടിമറിയാണോ എന്നൊക്കെ തന്നെ ഇനി അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതാണ്. മാത്രമല്ല കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമുക്കറിയാം NIA ജമ്മു കാശ്മീരിലും ഉത്തർപ്രദേശിലുമൊക്കെ തന്നെ, ഉത്തർപ്രദേശിലെ ഷെയർപൂരിലുമൊക്കെ തന്നെ വലിയ അന്വേഷണം നടത്തി വരികയാണ്. അപ്പോൾ അവിടെ നിന്ന് ജമ്മു കാശ്മീരിൽ നിന്ന് 2 ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരിൽ നിന്ന് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി അതിർത്തിയിലെ ഫരീദാബാദിൽ നടത്തിയ പരിശോധനയിൽ 350 കിലോ അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തിരുന്നു. ഏതാണ്ട് 3000ഓളം കിലോ സ്ഫോടക വസ്തുക്കൾ ഉണ്ടാക്കാൻ കഴിയുന്ന അത്രയും ശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ കൂടി ഇവിടെ നിന്ന് കണ്ടെത്തിയെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സംഭവവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ച് വരികയാണ്. അതുകൊണ്ട് ഇതൊരു പക്ഷേ ഒരു ഭീകരാക്രമണമാണ് എങ്കിൽ അതീവ ഗൗരവമാണ്. കാരണം വലിയ സുരക്ഷാ വീഴ്ചയാണ് അങ്ങനെയാണെങ്കിൽ സംഭവിച്ചിട്ടുണ്ടാവുക. പെഹൽഗാം ഭീകരാക്രമണം നമുക്കറിയാം. പാകിസ്ഥാനിൽ നിന്നെത്തിയ ഭീകരർ പെഹൽഗാമിൽ സാധാരണക്കാരായ മനുഷ്യരെ വെടിവെച്ച് കൊന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ പ്രഖ്യാപിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു. പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലകളിൽ ഇന്ത്യ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ആ ഒരു സംഘർഷാവസ്ഥ മാറിയ ശേഷം ഒരു വലിയ സുരക്ഷാ വീഴ്ച വീണ്ടും രാജ്യത്ത് ഉണ്ടായോ, അതിൻ്റെ ഭാഗമായിട്ടാണോ ഡൽഹിയിൽ ഇങ്ങനെയൊരു സ്ഫോടനം നടന്നത് എന്ന കാര്യത്തിലൊക്കെ തന്നെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചന അനുസരിച്ച് കേന്ദ്ര സർക്കാർ ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നതാണ്. അന്വേഷണ ഏജൻസികൾ ഒരു സാധ്യതയും തള്ളിക്കളയുന്നില്ല എന്നത് തന്നെയാണ്.
വരികയാണ്. എല്ലാ വശങ്ങളും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായുള്ള പരിശോധനകൾ ഏതായാലും ഇവിടെ ചെങ്കോട്ടയ്ക്ക് നേരെ എതിർവശത്തുള്ള ഈ ഒരു സിഗ്നൽ ലൈറ്റിൽ തുടരുകയാണ്. ഇവിടെ ഈ പ്രദേശം ആകെ പോലീസ് ഇതുപോലെ ബാരിക്കേഡ് വെച്ച് ഇതുപോലെ തിരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ രാത്രിയിലും ഈ ഒരു പരിശോധനകൾ പുരോഗമിക്കുകയാണ്. ഏതായാലും എല്ലാ അന്വേഷണ ഏജൻസികളോടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിൻ്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു ഔദ്യോഗിക നിലപാട് കേന്ദ്ര സർക്കാർ പറയുക. പ്രധാനമന്ത്രിയുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിച്ചു, സാഹചര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ്. ഏതായാലും വലിയ ഗൗരവത്തോടെ തന്നെ ഈ കേസിൽ ഇപ്പോൾ പരിശോധനയും അന്വേഷണവും ഒക്കെ തന്നെ പുരോഗമിക്കുകയാണ്. അപ്പോഴും ഇതൊരു ഭീകരാക്രമണമാണ് എങ്കിൽ അത് തീർച്ചയായും അതീവ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. ഡൽഹി പോലെ ഭരണസിരാകേന്ദ്രമായ ഡൽഹിയിൽ, കേന്ദ്ര സർക്കാരിൻ്റെ വലിയ സുരക്ഷാ സംവിധാനമുള്ള ഡൽഹിയിൽ, അതീവ സുരക്ഷാ മേഖലയിൽ, തന്ത്രപ്രധാന മേഖലയിൽ ഒരു സ്ഫോടനം നടന്നിട്ടുണ്ട് എന്നത് തീർച്ചയായും വലിയ സുരക്ഷാ വീഴ്ച തന്നെയാണ്. അപ്പോൾ അക്കാര്യത്തിലൊക്കെ തന്നെ ഔദ്യോഗിക സ്ഥിരീകരണം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതാനും നിമിഷങ്ങൾക്കകം, ഒരുപക്ഷെ 1-2 മണിക്കൂറുകൾക്കകം തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ലഭിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഇതുവരെ ഈ ഒരു ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഭീകരാക്രമണം ആകാതിരിക്കാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല. ഏതായാലും അക്കാര്യം സ്ഥിരീകരിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. ഈ അന്വേഷണങ്ങൾക്കൊടുവിൽ അക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കും. ഓക്കെ, അതുതന്നെയാണ്. അട്ടിമറി സാധ്യതകളൊന്നും തന്നെ കേന്ദ്രം തള്ളുന്നില്ല. സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹ്യുണ്ടായി i20 കാറിലാണ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. കാറിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഏതായാലും CCTV-കൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടത്തുന്നത്. വാഹനത്തിന്റെ മുന്നുടമയെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഒപ്പം തന്നെ ദില്ലി മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നുണ്ട്.